നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 18 വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഇന്ത്യൻ വിപണിയും US വിപണിയും അടക്കം പ്രധാനപ്പെട്ട ധാരാളം വിപണികൾ ഗുഡ് ഫ്രൈഡേയോടനുബന്ധിച്ച് അവധിയാണ്. 3 ദിവസത്തെ അവധിക്ക് ശേഷം ഇനി തിങ്കളാഴ്ച മാത്രമായിരിക്കും മാർക്കറ്റ് ഉണ്ടായിരിക്കുക. ഇന്നലെ അതിശക്തമായിട്ടാണ് ഇന്ത്യൻ വിപണി ഉയർന്നത്. നിഫ്റ്റി 1.77% നേട്ടമുണ്ടാക്കി. ബാങ്ക് നിഫ്റ്റി ഏകദേശം 2.21% നേട്ടവും മിഡ് ക്യാപ്പ് 1% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 4ാമത്തെ ദിവസവും ഇന്നലെ ഇന്ത്യൻ വിപണി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് റെക്കോർഡ് ഹൈക്ക് അരികെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സെൻസെക്സും നിഫ്റ്റിയും 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. വ്യാഴാഴ്ച വാൾസ്ട്രീറ്റ് ഓഹരികൾക്ക് സമ്മിശ്ര ദിവസമായിരുന്നു. എലി ലില്ലി, ആപ്പിൾ എന്നീ ഓഹരികളാണ് വിപണിയെ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചത്. പക്ഷേ ജപ്പാനുമായുള്ള വ്യാപാര ചർച്ചകളും ഭാവിയിലെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും നിക്ഷേപകർക്കുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോസിറ്റിവിറ്റിയിലൊന്നും ക്ലോസ് ചെയ്യാൻ ഇന്നലെ US മാർക്കറ്റുകൾക്ക് സാധിച്ചില്ല. കൂടാതെ ഡൗ ജോൺസ് 1.3% ഇടിവും ഇന്നലെ ഉണ്ടാക്കി. ബുധനാഴ്ച വിപണി കുത്തനെ ഇടിഞ്ഞതിന് ശേഷം ജപ്പാനുമായുള്ള വ്യാപാര ചർച്ചകൾ വലിയ പുരോഗതി ഉണ്ടായതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ശേഷം വ്യാപാരികൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് US വിപണിയെ കാണാൻ തുടങ്ങി. ചൈനയുമായുള്ള ഒരു വ്യാപാര കരാർ പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറയുകയുണ്ടായി. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ എപ്പോൾ നടക്കും, എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും ഒരു സൂചനയും അദ്ദേഹം നൽകിയില്ല. ഇന്നലെ ഡൗ ജോൺസ് ഇടിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം യുണൈറ്റഡ് ഹെൽത്ത് 22% ഇടിഞ്ഞതാണ്. ഇതിനെ തുടർന്ന് ഇൻഷുറൻസ് കമ്പനികളും വലിയ ഇടിവാണ് ഉണ്ടാക്കിയത്. S&P 500ൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടർ നോക്കുകയാണെങ്കിൽ എനർജി ആയിരുന്നു. അസറ്റ് ക്ലാസുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ക്രൂഡ് ഓയിൽ തന്നെയായിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ റിസൾട്ടുകൾക്ക് ശേഷം ഇൻഫോസിസ് 2.65% ഇടിഞ്ഞു. എന്നാൽ അവിടെ പിടിച്ചു നിന്നത് ബാങ്കിങ് സെക്ടറുകളായിരുന്നു. ICICI ബാങ്ക് 3.91% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 4.01% നേട്ടമുണ്ടാക്കി. വിപ്രോ 1% ഇടിവാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി 1.71% ഉയർന്നു. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ള ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ ഗോൾഡ് പ്രൈസിൽ ഇന്നലെ ചെറിയൊരു ഇടിവാണ് കണ്ടത്. 0.5% ഇടിഞ്ഞു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 71,360 രൂപയാണ്. എന്നാൽ അസറ്റ് ക്ലാസുകളിൽ വലിയ ഒരു തിരിച്ചുവരവ് നടത്തിയത് ഇന്നലെ ക്രൂഡ് ഓയിലായിരുന്നു. ഇറാനുമേൽ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വ്യാഴാഴ്ച എണ്ണവില 3% ഉയർന്നു. എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തും എന്ന ആശങ്കകളാണ് വില ഉയരാനുള്ള കാരണമായത്. ബിറ്റ്കോയിൻ $84,000 ട്രേഡ് ചെയ്യുന്നു. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഏപ്രിൽ 21 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. കോഴ്സിന്റെ ഡ്യൂറേഷൻ 1 മാസമാണ് ഉണ്ടായിരിക്കുക. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഈ കോഴ്സിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്വിറ്റീസിൽ എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യണം, ട്രേഡിംഗ് സൈക്കോളജി എന്താണ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ബേസിക്സ്, ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഏതൊക്കെയാണ്, ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ തൊട്ടുമുകളിൽ ഇതേ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഇൻഫോസിസിൻ്റെ റിസൾട്ടിലേക്ക് വരാം. ജനുവരി മുതൽ മാർച്ച് പാദത്തിൽ ഇൻഫോസിസ് പ്രതീക്ഷിച്ചതിലും ദുർബലമായ വരുമാനമാണ് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ജാഗ്രതയോടെയുള്ള ഒരു പ്രവചനമാണ് അവർ നൽകിയത്. വരുമാനം 2% കുറഞ്ഞ് 40,925 കോടിയിലെത്തി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ നോക്കിയാൽ ഇൻഫോസിസ് ഇന്നലെ 2.65% ഇടിഞ്ഞു. ഇതുകൂടാതെ ഫിനാൻഷ്യൽ ഇയർ 2026 കമ്പനിയുടെ വരുമാനം 3% മാത്രമേ വളരുകയുള്ളൂ എന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തേത് അപേക്ഷിച്ച് അത് 4.5 മുതൽ 5% വരെയുള്ള മാർഗനിർദ്ദേശത്തേക്കാൾ വളരെ കുറവാണിത്. വിദഗ്ധർ പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം 6.3%-യൊക്കെ ഒരു വളർച്ചയുണ്ടാകുമെന്നാണ്. ഇതിലും താഴെയായിട്ടാണ് ഇപ്പോൾ ഡാറ്റ പുറത്തു വന്നത്. ഗ്ലോബലി ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്നും അവരുടെ കുറഞ്ഞ വളർച്ചാ പ്രവചനം അവർ പ്രതീക്ഷിച്ചതാണെന്നും CEO പറയുകയുണ്ടായി. ഇത്തരത്തിലാണെങ്കിലും ഫിനാൻഷ്യൽ ഇയർ 2026 20,000 പേരെ നിയമിക്കാൻ ഇൻഫോസിസ് ഇപ്പോഴും പദ്ധതിയിടുന്നു. ഏതായാലും ഇനി വരുന്ന 3 ദിവസവും നമുക്ക് ഹോളിഡേയ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുക. വീണ്ടും തിരികെ നമുക്ക് തിങ്കളാഴ്ച വീണ്ടും മാർക്കറ്റിലേക്ക് വരാം. നന്ദി.